ഏറ്റവും വലിയ നശിച്ച നാവിന്റെ ഉടമയായ ലക്ഷണം കെട്ടവനായ പേരോട്ടുകാരൻ. ലക്ഷണം കെട്ടവനല്ലെങ്കിൽ ലോകത്താരാ മുഅ്മിനീങ്ങളെ ലക്ഷണം കെട്ടവൻ. ഏത് മുഅ്മിനെ അക്ഷരം തെറ്റാതെ ഞങ്ങൾ വിളിക്കും പറയും. ഇവരല്ലാതെ ആരാണ് മുഅ്മിനീങ്ങൾ? ആരാണ് നീ മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത്? എന്റെ ആലയത്തിൽ ആരാ ഉള്ളത്? 4, 3, 7 ആളാ. ഇവരെ വെച്ച് കണ്ടാണോ ഒരു സാത്വികനായ ഒരു പണ്ഡിതനെ 100 കണക്കിന് പണ്ഡിതന്മാരെ വാർത്തെടുത്ത് സമൂഹത്തിന് ഉപകാരപ്രദമായിട്ടുള്ള എന്തെല്ലാം സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മതരംഗത്ത് തിളങ്ങി നിൽക്കുന്ന മാഷാ അല്ലാഹ്. എടാ, നിന്റെ നാവിനൊക്കെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് വരും കാലങ്ങളിൽ നമ്മൾ നോക്കിയിരിക്കേണ്ടതാണ്. റബ്ബുൽ ആലമീനായ തമ്പുരാനുണ്ടല്ലോ, നിങ്ങളൊന്നും വെറുതെ വിടില്ല, ഓർത്തു വെച്ചോളേണ്ടി. അത്രമാത്രം മ്ലേച്ഛമായ ഒരു സാഹചര്യമാണ് ഈ കേരളത്തിന്റെ മണ്ണിൽ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പോലെയുള്ള ഇടങ്ങളിൽ നിങ്ങൾ ചെയ്തു വെക്കുന്നത്. നിങ്ങൾ എന്ത് സന്ദേശമാണ് സമുദായത്തിനും ദീനിനും പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിന് കൊടുക്കുന്നത്? ഈ വിദ്വേഷവും പച്ച അസംബന്ധവും പുലഭ്യവും അസഭ്യവും ധാർഷ്ട്യവും വാ തുറന്നാൽ ഇമാതിരി പ്രയോഗങ്ങളും സ്റ്റേജ് കെട്ടി മൈക്ക് വെച്ച് ഇങ്ങനെ പറയാന്നല്ലാതെ യഥാർത്ഥ ദീന് എന്താണെന്ന് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന വല്ല വാക്കും നിങ്ങളെ വായിൽ നിന്ന് ഈ 3 അടപ്പും കുട്ടികളാന്ന് പറയുന്ന 3 എണ്ണം ഉണ്ടല്ലോ, എടോ അല്പം ലജ്ജ ഹയാ എന്ന് പറയണത് നിങ്ങൾക്ക് വേണ്ടേ? ഇതിങ്ങനെ കെട്ടിങ്ങാണ്ട് ഈ സ്റ്റേജും മൈക്കെല്ലാം വെച്ച് ഇങ്ങനെ പറയുമ്പോൾ ഒരു വേള മനസ്സിലാക്കുക, നമ്മുടെ നിലവിലെ ഈ സമൂഹത്തിൽ നമുക്കുണ്ടാകുന്ന വില എന്താണ്? ഈ ഒരു വസ്ത്രധാരണയിലൂടെ എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? പരിശുദ്ധ ഖുർആന്, ഹദീസ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ എങ്ങനെയാണ് സമൂഹത്തെ പരിവർത്തനം നടത്തേണ്ടത്? ഇങ്ങനെ ഈ പുലഭ്യം അസഭ്യവും ഒരാളെ ഇകഴ്ത്തിയും, എടോ എത്ര തന്നെ ഞാൻ എന്ത് തന്നെ ക്രൂരനാണ് അല്ലെങ്കിൽ മോശത്തരം ചെയ്തവനാണെങ്കിലും സമൂഹ മധ്യേ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ നയമനുസരിച്ച് ഒരാളെങ്ങനെ അടച്ചാക്ഷേപിക്കുകയും മോശപ്പെടുത്തി പറയുക എന്നതാണോ നിന്റെ തരീഖത്ത് എന്ന് പറയുന്ന ഈ കള്ള ശുദ്ധ അസംബന്ധം? ഇതാണോ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? എന്നിട്ട് മുഅ്മിനീങ്ങളെ കൂട്ടുപിടിക്കുക. ഏത് മുഅ്മിനാണോ നിന്റെ കൂടെയൊക്കെ ഉള്ളത്? ഒരു മുഅ്മിനും വരില്ലടാ നിങ്ങളുടെ കൂടെ. എങ്ങനെയാണ് വരിക? നിങ്ങളെ കൂടെ എങ്ങനെയാണ് മുഅ്മിനി വരിക? മുഅ്മിനി പോട്ടെ, ഒരു സാധാരണ മനുഷ്യർക്ക് എങ്ങനെ കടന്നു വരാൻ കഴിയുക? അത്രക്കും മ്ലേച്ഛവും മോശമായ വാക്കും പ്രയോഗങ്ങളും അല്ലേ നിങ്ങൾ സമൂഹത്തിൽ ഈ അഴിച്ചുവിടുന്നത്? ഇച്ചിരി ഉളുപ്പ് ഇമാതിരി സ്റ്റേജ് കെട്ടി മൈക്ക് കെട്ടി ഇങ്ങനെ വിളിച്ച് വിളംബരം ചെയ്യണമെങ്കിൽ നിങ്ങളെ ഹയാ എന്ന് പറയുന്ന സംഗതി, ലജ്ജ എന്ന് പറയുന്ന സംഗതി നിങ്ങളുടെ പാരിസരത്തിൽ കൂടെ പോയിട്ടില്ല. അതിനാണ് ഈ പറയുന്നത്. കുരുത്തക്കേട് മാറാപ്പ് കെട്ടി നടക്കുന്ന ഒരു ടീമാണ് നിങ്ങൾ കേട്ടോ. അള്ളാഹു ആ മഹാനായ വന്ദനായ സ്വാത്വികനായ പണ്ഡിതൻ പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർക്ക് അള്ളാഹു ആഫിയത്തും ദീർഘായുസും നീട്ടി നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ജനങ്ങൾക്ക് യഥാവിധി ദീന് പറഞ്ഞു കൊടുക്കുകയും പ്രത്യേകിച്ച് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ യഥാവിധം മനസ്സിലാകുന്ന വിധത്തിൽ ഇസ്ലാമിനെ വികലമാക്കാൻ വേണ്ടി വന്ന വഹാബി, മൗദൂദി, സർവ്വവിധ അത്തരത്തിലുള്ള ആശയക്കാർക്കൊക്കെ പേടി സ്വപ്നമായി മാറിയ വലിയൊരു സാത്വികനായ പണ്ഡിതനാണ്. അവരെ കുറിച്ച് ആ മഹാനവറുകള് കിതാബ് ചൊല്ലിക്കൊടുക്കുന്ന കാലത്ത് വള്ളി ടൗസർ ഇട്ട് നടക്കുന്ന നിങ്ങളൊക്കെയാണ് ഇപ്പം വന്നിട്ട് യഥാവിധി എന്തിനാണ് ഈ കുരുത്തം കെട്ട പരിപാടിക്കൊക്കെ ഈ സമൂഹത്തിൽ വന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്? ലജ്ജ എന്താണെന്നും ഹയാ എന്താണെന്നും മനുഷ്യരുടെ ഇടയിൽ എങ്ങനെ എന്തെല്ലാം പദപ്രയോഗങ്ങൾ ഉപയോഗിക്കണം എന്നും പോലും പഠിക്കാതെ തെറീഖത്തും സൂഫിസവുമാണ് തേങ്ങാക്കോല എന്നെല്ലാം പറഞ്ഞ് സമൂഹ മധ്യ വന്നു കഴിഞ്ഞാൽ ആരാടോ നിങ്ങളെ ഉൾക്കൊള്ളാൻ വേണ്ടി പോകുന്നത്? കുറച്ച് പേരെ വാടകയ്ക്ക് വിളിച്ചു കൊടുന്ന് ഇരുത്തി സ്റ്റേജിന്റെ മുമ്പിൽ ഇരുത്തിന് അങ്ങോട്ട് വിളമ്പന്നെയാണ് ഈ വൈരാഗ്യം വിദ്വേഷവും. എന്തിനാണ്? നിങ്ങളിലേക്ക് ആളെ കിട്ടണമെങ്കിൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളെ കിട്ടണമെങ്കിൽ നിങ്ങളുടേതായ ഏതോ തെരീഖത്ത് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഉണ്ടാക്കി നടക്കുന്ന ഇപ്പം, അതിലേക്കെങ്കിലും 4 ആളെ ക്ഷണിക്കാൻ വേണ്ടി നോക്ക്. എന്നിട്ടല്ല പിന്നെ ദീനിന്റെ കാര്യം. നിങ്ങളിൽ ദീനുണ്ടോ ഇല്ലെന്നുള്ളതൊക്കെ പിന്നെ തീരുമാനിക്കാം.